നീ കൂടെ എന്റെ തേനെല്ലാം എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ എനിക്ക് മാവേലി ചോറൊന്ന് പഞ്ചാര വാങ്ങിച്ച് തിന്നേണ്ട അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഷുഗർ കട്ടെന്നും പറഞ്ഞ് ഇപ്പൊ എല്ലാത്തിലും ഹണിയല്ലേ എടുത്തു കമത്തുന്നത്. ഇപ്പൊ എനിക്കെത്തി പോലെ ഹണി തിന്നാൻ തോന്നിയ സ്വിഗ്ഗി കയറി ഹണി അൽഫാം ഓർഡർ ചെയ്തിട്ട് അതിൽ നിന്ന് ചുരണ്ടി തിന്നേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്നത്. ഇറച്ചിയിലൊക്കെ എന്തിനു തേൻ ചേർന്നത്? അത് എവിടത്തത് കോമ്പിനേഷൻ? അത് ആര് കണ്ടുപിടിച്ചത്? അത് ഹണി അൽഫാം, ഹണി കേക്ക്, എല്ലാത്തിനും ഇപ്പൊ ഇല്ലെങ്കിൽ പറ്റൂലേ? ഓക്കെ, ഇതിന്റെ ഒരു മെഡിസിനൽ ഇത് തൊണ്ടയ്ക്ക് നല്ലതാണെന്ന് ഓക്കെ. ഗായകമാരോ ഇത് ഇളം ചൂട് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതിന് എനിക്ക് മനസ്സിലാക്കുന്നു ഞാൻ. സിത്താര കൃഷ്ണകുമാറോ വിധു പ്രതാപോ ഇത് കുടിക്കുന്നതിന് ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ ബാക്കി കിഴങ്ങേശ്വരന്മാർ ഇത് എന്തിന്? ഇത് അവർക്ക് തൊണ്ടവേദന വന്ന ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് കളകളാക്കിയിട്ട് തുപ്പിക്കളയണം. അല്ല, അതാ തേനെടുത്ത് കമത്താൻ നിൽക്കരുത് ഒന്നിനും. ഈ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് മുഖത്തൊക്കെ തേക്കുന്ന എന്തിന്? ഞാൻ ഈ ലോകത്തുള്ള കണ്ട പൂവെല്ലാം തെണ്ടി നടന്ന്, പൂവില്ല ഒന്നും അതിപ്പോ അറിയാല്ലേ, ചെടിയും പൂവൊക്കെ വെട്ടി നശിപ്പിക്കാനല്ലേ അതിനൊക്കെ അറിയാം, നട്ടുപിടിപ്പിക്കുന്ന പരിപാടി ഇല്ലല്ലേ. അപ്പൊ ഞാൻ ഇതൊക്കെ ഈ പോയി തെണ്ടി നടന്ന് ഇത് ഒരു സ്ഥലത്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ല, മനസ്സിലായ? ഇതെനിക്ക് പിന്നെ ആവശ്യം വരുമ്പോ എടുത്ത് ഉപയോഗിക്കാനാണ് ഞാൻ ഇതൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നീയൊക്കെ ഫ്രിഡ്ജിന്റെ അകത്ത് ബിരിയാണി വാങ്ങിച്ച് വെച്ചിട്ട് ഒരു ദിവസം കുറെ ആൾക്കാർ തലയിൽ കൂടെ വലയും ഇട്ട് കയറി വന്ന് നിന്റെ കണ്ണാക്കിലോട്ട് കുറച്ച് പുകയും ഊതി തന്നിട്ട് ആ ബിരിയാണി എടുത്തോണ്ട് പോയാൽ നിനക്കൊക്കെ സഹിക്കാൻ പറ്റുമോടാ? അതുകൊണ്ട് നിർത്തിക്കോ. നമ്മള് ഈ പരിപാടി നിർത്തിയുള്ള അവസ്ഥ അറിയാല്ലേ? പരാഗണം നേരിട്ടുണ്ടാ? എവിടെ പാൻ പരാഗം നേരിട്ടുണ്ടായിരിക്കും. പരാഗണം നിന്ന് പോയാൽ നിന്റെയൊക്കെ കായും പഴവും തീറ്റിയൊക്കെ അങ്ങ് നിൽക്കും, ഒന്നും പിന്നെ കാണൂല. പിന്നെ വഴിയിലിട്ട് കുത്തുകയും ചെയ്യും, കുത്തി ഊട്ടയിടും. എല്ലായിടത്തും വലയിട്ട് പുകയായിട്ട് നടക്കാൻ കല്യാണത്തിൽ പോകാൻ പറ്റൂലല്ലേ? വലയിട്ട് പുകയായിട്ട് വഴിയിലിട്ട് തൂക്കും, കുത്തി ഊട്ടയിടും. അതുകൊണ്ട് മര്യാദയ്ക്ക് ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തൊക്കെ തേനെടുത്ത് പ്രയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് അത് നിർത്തിക്കോളാൻ പറ. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും ഇത് കണ്ട.